സ്വഹീഹായ ഹദീസിൽ കാണാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തലഖത്തിൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ റൂഹ റജുലിൻ മിമ്മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരിൽപ്പെട്ട ഒരു മനുഷ്യന്റെ റൂഹിനെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വീകരിച്ച ഒരു നേരം ഫഖാല ലാ, ആ റൂഹ് പറഞ്ഞു ഇല്ല എന്ന്. ഖാലൂ, അവർ റൂഹിനോട് ചോദിച്ചു, തദക്കർ, നീയൊന്ന് ഓർത്തു നോക്ക് എന്ന്. ആത്മാവിന് ഓർമ്മയുണ്ടാകും, ആത്മാവിന് ഓർമ്മശക്തിയുണ്ട്. തദക്കർ, മലക്കുകൾ പറയും, അയാളോട് ചോദിച്ചു, തദക്കർ, നീയൊന്ന് ഓർത്തു നോക്ക്, ഓർത്തു നോക്ക്, എന്തെങ്കിലും ഒരു നന്മ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ? ഖാല, ഓർത്തെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, കുൻതു ദാഹിമുന്നാസ് فآمر فتياني أن ينظروا المعسر ويتجوزوا عن الموسر. ഞാൻ ആളുകൾക്ക് പൈസ വായ്പ കൊടുക്കുന്ന ആളായിരുന്നു. ആളുകൾക്ക് കാശിന് പൈസ ഞാൻ ആവശ്യം വരുമ്പോൾ വായ്പ കൊടുക്കാറുണ്ട്. വട്ടിപ്പലിശയല്ല ഇത്. വട്ടിപ്പലിശ ഏത് വട്ടിയാവട്ടെ അല്ലാത്തതാവട്ടെ, പലിശ നമുക്ക് ഹറാമാണ്. പൈസ കൊടുത്ത് പൈസക്ക് ഏറെ വാങ്ങിക്കുന്നത് ഹറാമാണ്. 1000 കൊടുത്തിട്ട് തിരിച്ചു തരുമ്പോൾ 1100 വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അത് പലിശയാണ്. അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ്. കാശ് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരേ കറൻസി വെച്ചിട്ട് ഏറെ വാങ്ങിക്കാൻ പാടില്ല. 1000 കൊടുത്തിട്ട് 1100 വാങ്ങിക്കുക, അല്ലെങ്കിൽ 1000 കൊടുത്തിട്ട് 1200. പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നു ഞാൻ, കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുൻതു ഉദാഹിമുന്നാസ്, അങ്ങനെ എന്റെ കാശ് പിരിക്കുന്ന ചെറുപ്പക്കാർ, അവരോട് ഞാൻ പറയും, അയ്യുൻദിറുൽ മുഅ്സിറ, പാവപ്പെട്ട ആളുകൾ കാശ് തിരിച്ചു തരാൻ കഴിയാതെ വിഷമിക്കുമ്പോ അവർക്കൊരു സാവകാശം ചെയ്തു കൊടുക്കാം. 1 മാസം കഴിഞ്ഞ് തിരിച്ചു തരാൻ പറഞ്ഞതാണ്, 1 മാസമായല്ലോ ഇനിയും തന്നില്ലല്ലോ എന്ന് പറഞ്ഞവരെ ബുദ്ധിമുട്ടാക്കരുത്. അവരോട് ഒരൽപ്പം കൂടെ സാവകാശം ചെയ്തു കൊടുക്കാൻ ഞാൻ പറയും. സാവകാശം ചെയ്യാൻ 4 മാസം കൂടെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതി. അനിൽ മൂസിരി, കഴിവുള്ള ആളുകളെ, മുതലാളിമാരായ ആളുകളെ, അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാറുണ്ട് ഞാൻ. പാവപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാറുണ്ട്. ആ ഒരു നന്മ ഞാൻ ചെയ്തത് ഓർമ്മയുണ്ട്. ഖാലല്ലാഹു അസ്സ വജല്ല, ആ മനുഷ്യന്റെ സംഭാഷണം, മലക്കുകളും ആത്മാവും തമ്മിലുള്ള സംഭാഷണം, അള്ളാഹു ഇടപെടുകയാണ്. തജവ്വസു അൻഹു, തജവ്വസു അൻഹു, എന്റെ അടിമയെ വിട്ടോളൂ, അവനെ വിട്ടോളൂ, അവനെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്, അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തോളൂ, ഞാൻ മാപ്പാക്കി കൊടുത്തിരിക്കുന്നു എന്ന് ആ റൂഹിനോട് അല്ലാഹു മറുപടി പറയുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസുണ്ട്, വളരെ പ്രബലമായ ഹദീസാണ്. നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ റൂഹിനോട് അല്ലാഹുവിന്റെ മലക്കുകൾ സംസാരിച്ചത്.